ഹലോ എവ്രിവൺ, എൻ്റെ പേര് ആര്യ. ഞാനിപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷനിലുള്ള റെയിൽവേ എന്ന ടോപ്പിക്കിൽ കുറച്ച് ക്ലാസ്സിൻ്റെ പോർഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷനെ പറ്റി അറിയാം. ട്രാൻസ്പോർട്ടേഷൻ ഇപ്പോഴത്തെ സമയത്ത് നമ്മുടെ പി എസ് സിക്ക് ഒരു ട്രെൻഡ് ഉണ്ട്. ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പോർഷനും പി എസ് സി ഡിവൈഡ് ചെയ്യും. മാർക്ക് ഇത്ര മാർക്ക് വീതം വരും എന്നുള്ള അത് നമുക്ക് ഭയങ്കര ഉപയോഗമുള്ള ഒരു കാര്യമാണ്. അതേസമയം നമുക്ക് ടെൻഷൻ കൂടുന്ന കാര്യമാണ്. ആ കറക്റ്റ് 10 മാർക്ക് ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ അവർ കൊടുത്തേക്കുന്നത് 10 മാർക്കാണ്. ആ 10 മാർക്കിൽ ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് റെയിൽവേന്ന് പ്രതീക്ഷിക്കാം. അങ്ങനത്തെ ഒരു ടോപ്പിക്കാണ് റെയിൽവേ എന്ന് പറയുന്നത്. റെയിൽവേയുടെ സിലബസ് നമുക്ക് നോക്കാം. റെയിൽവേയുടെ സിലബസിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി വരുന്നത് ടൈപ്പ് ഓഫ് റെയിൽ സെക്ഷൻസ്, പെർമനന്റ് വേ, സ്ലീപ്പേഴ്സ്, ബലാസ്റ്റ്, ഫിക്സ്ചേഴ്സ് ആൻഡ് ഫാസ്റ്റനിങ്, ക്രീപ്പ്, സ്ക്രൂ സ്പൈക്സ്, വാഷേഴ്സ്, റെയിൽ സെക്ഷൻസ്, സിഗ്നലിംഗ്, പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്. പിന്നെ ഈ ലെവലിൽ വരുമ്പോൾ അതിൽ ജിയോമെട്രിക് ഡിസൈൻ കൂടെ വരും. ജിയോമെട്രിക് ഡിസൈൻ ഓഫ് ട്രാക്ക്, റെയിൽവേ ഓപ്പറേഷൻ കൺട്രോള്, മെയിൻ്റനൻസ്, ഇതെല്ലാം കൂടെ വരും. ഇപ്പോൾ ജോമെട്രിക് ഡിസൈനിൽ നിന്നൊക്കെ വരുന്നത് നമുക്ക് ഇടയ്ക്ക് ഒന്നോ രണ്ടോ പ്രോബ്ലംസ്, വളരെ കുറച്ചിട്ടുള്ള പ്രോബ്ലംസേ വരാറുള്ളൂ. അത് നമുക്ക് കൂടുതലും ഈ സിലബസിലാണ് നമുക്ക് പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്. നമ്മുടെ ഓവർസിയർ ഗ്രേഡ് ഒക്കെ ആണെങ്കിൽ കൂടുതലും നമുക്ക് എന്താണ് വരുന്നത്, സിലബസിൽ നിന്നുള്ള ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ ഒക്കെയാണ് വരുന്നത്. അപ്പോൾ പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് നമ്മുടെ ഈ റെയിൽവേയെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ നമുക്ക് ഇന്ന് ഞാൻ ബലാസ്റ്റ് എന്ന് പറയുന്ന ഒരു പോർഷനാണ് എടുക്കാൻ പോകുന്നത്. റെയിൽവേയിൽ തന്നെ ബലാസ്റ്റ് എന്നുള്ള ഒരു പോർഷൻ. അപ്പൊ എന്താണ് ബലാസ്റ്റ്? ബലാസ്റ്റ് എന്താണെന്ന് നമുക്ക് ആദ്യം അറിയാൻ നമ്മുടെ റെയിൽ സെക്ഷൻ. ഇതൊരു റെയിൽ സെക്ഷൻ ആണ്. അതിൻ്റെ അകത്ത് നമ്മൾ സ്ലീപ്പേഴ്സ് കൊടുക്കും. ഇവിടെ സ്ലീപ്പേഴ്സ് അവർ മാർക്ക് ചെയ്തു. അതിന്റെ താഴെയായിട്ട് നമ്മൾ കുറെ കല്ലുകൾ കണ്ടു. ഈ കല്ലുകളെ നമ്മൾ പറയുന്നതാണ് ബലാസ്റ്റ്. എന്താണ് പറയാ? ആ കല്ലുകളെ നമ്മൾ പറയുന്നതാണ് ബലാസ്റ്റ്. ഓക്കെ, അപ്പൊ ബലാസ്റ്റിനെ പറ്റി നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എന്താണ്, എങ്ങനെയാണ്, എവിടെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് നമ്മൾ ബലാസ്റ്റ് കൊടുക്കുന്നത്, ഏതൊക്കെ മെറ്റീരിയൽസ് നമുക്ക് ബലാസ്റ്റ് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് നോക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യമേ എന്താണെന്ന് പറയാം, ബലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കൺ സ്റ്റോൺസ് ആണ്. എന്താണ് ബലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രോക്കൺ സ്റ്റോൺസ് ആണ്. നമ്മുടെ സ്ലീപ്പേഴ്സിന്റെയും റെയിൽ സെക്ഷന്റെയൊക്കെ അടിയിലായിട്ട് കൊടുക്കുന്ന ബ്രോക്കൺ സ്റ്റോണിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബലാസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാധാരണ മണ്ണാണിത്. അത് നമ്മൾ സബ്ഗ്രേഡ് എന്ന് പറയും. അതിന്റെ മേളിൽ നമ്മൾ അവിടെ ഉള്ള തന്നെ അവൈലബിൾ ആയിട്ടുള്ള കല്ലും മണ്ണും ഒക്കെ എടുത്തിട്ട് നമ്മൾ സബ് ബലാസ്റ്റ് കൊടുക്കും. അതിന്റെ മേളിലാണ് നമ്മൾ ബലാസ്റ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്നത്. ഓക്കെ, ഈ ബലാസ്റ്റിന്റെ മേളിൽ നമ്മൾ എന്ത് കൊടുക്കും? സ്ലീപ്പേഴ്സ് കൊടുക്കും. അതിന് മേളിൽ റെയിൽസും ഫാസ്റ്റനേഴ്സും ഒക്കെ കൊടുക്കും. ഓക്കെ, അപ്പം ബലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ലെയർ ഓഫ് ബ്രോക്കൺ സ്റ്റോൺസ് ആണ്. ബ്രോക്കൺ സ്റ്റോൺസ് പല തരത്തിലുള്ള മെറ്റീരിയൽസ് വെച്ചിട്ട് നമുക്ക് ബലാസ്റ്റ് കൊടുക്കാൻ പറ്റും. ഗ്രാവൽസ് കൊടുക്കും, മൂറം കൊടുക്കും, അതർ ഗ്രാനുലർ മെറ്റീരിയൽസ് ഒന്നും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി അങ്ങോട്ട് പോകുമ്പോൾ വേറെ കുറച്ച് മെറ്റീരിയൽസും കൂടെ പറഞ്ഞു തരാം. നമ്മളെ സാൻഡ് അല്ലെങ്കിൽ കോള് ഒക്കെ നമ്മൾ റെയിൽവേ പണ്ട് ബലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് വേറെ നമുക്ക് അടുത്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ശരിയാക്കാം. ഇപ്പൊ അതെന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. അതെന്താണ് ബലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ബ്രോക്കൺ സ്റ്റോൺസ് ആണ്, അല്ലെങ്കിൽ ഗ്രാവൽസ് ആണ്, മൂറംസ് ആണ്. ഗ്രാനുലർ മെറ്റീരിയൽസ് ആണ് നമ്മൾ എന്തായിട്ട് പൊതുവെ കൊടുക്കുന്നത്, ബലാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ഇനി ഇത് എവിടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് അടുത്ത് നമ്മൾ നോക്കേണ്ടത്. എവിടെയാണ്? ഇറ്റ്സ് പ്ലേസ്ഡ് ആൻഡ് പാക്ഡ് ബിലോ ആൻഡ് അറൗണ്ട് ദ സ്ലീപ്പേഴ്സ്. അറൗണ്ട് ദ സ്ലീപ്പേഴ്സ് എവിടെയൊക്കെയാണ് കൊടുക്കുന്നത്? ഒരു സ്ലീപ്പറിന്റെ ബിലോ അല്ലെങ്കിൽ അറൗണ്ട് ദ സ്ലീപ്പേഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഇത് എന്തിനാണ് കൊടുക്കുന്നത്? ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ്. ഈ വരുന്ന ലോഡ്, റെയിലിൽ വരുന്ന ലോഡിനെ പ്രോപ്പർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ബലാസ്റ്റ് കൊടുക്കുന്നത്. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് ബലാസ്റ്റിനായിട്ട് നമ്മൾ അറിയേണ്ടത്. ഇനി ബലാസ്റ്റിന്റെ എന്താണ് അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട്സ് എ കീ ഫംഗ്ഷൻ ഓഫ് ബലാസ്റ്റ്. ബലാസ്റ്റിന്റെ കീ ഫംഗ്ഷൻ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് ഡ്രെയിനേജ് കൊടുക്കാൻ വേണ്ടി എന്താണ് ബലാസ്റ്റ് യൂസ് ചെയ്യും. എൻഷുർ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ലാറ്ററൽ സ്റ്റെബിലിറ്റി. ലോഞ്ചിറ്റ്യൂഡിനും ലാറ്ററൽ സ്റ്റെബിലിറ്റിക്കും വേണ്ടി. പ്രൊവൈഡ്സ് ഇലാസ്റ്റിസിറ്റി ആൻഡ് റെസിസ്റ്റൻസ്. അപ്പൊ ഇതൊക്കെ എന്താണ്?
ഡ്രെയിനേജ്, ലോഞ്ചിറ്റ്യൂഡ് ലാറ്ററൽ സ്റ്റെബിലിറ്റിയും ഇലാസ്റ്റിസിറ്റി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബലാസ്റ്റ് ഇതുമായിട്ടുള്ള റിലേഷൻ എന്നാണ് നമ്മൾ അടുത്ത് നോക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം ബലാസ്റ്റ് നമ്മൾ പറഞ്ഞു ബ്രോക്കൺ സ്റ്റോൺസ് ആണ് നമ്മൾ ബലാസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പൊ ഈ സ്ലീപ്പർ നമ്മുടെ റെയിൽ സെക്ഷൻ കഴിഞ്ഞ് സ്ലീപ്പർ കഴിഞ്ഞു, അതിന്റെ അടിയിൽ ബലാസ്റ്റ് കൊടുക്കുന്നു. ഈ ബലാസ്റ്റ് കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന വെള്ളം, ഇപ്പൊ ഒരു റെയിൽ സെക്ഷന്റെ അകത്ത് വെള്ളം വന്ന് അടിയാണ്. അപ്പൊ ആ വെള്ളത്തിന് താഴോട്ട് പോകണ്ടേ? നമ്മൾ വെറുതെ കട്ടിയിട്ട് കോൺക്രീറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് പോവോ? ഇല്ല. അപ്പൊ ആ വരുന്ന വെള്ളം, ഇവിടെ വന്ന് അടിയുന്ന വെള്ളം ഈ സ്ലീപ്പേഴ്സിന്റെ ഇടയിൽ കൂടെ ഇപ്പൊ ഗ്രാനുലാർ മെറ്റീരിയൽ നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞു, അപ്പൊ അതിൽ കൂടെ എന്ത് ചെയ്യും? ഇതങ്ങ് പ്രോപ്പർ ആയിട്ട് ഡ്രെയിൻ ആയി പോകും. അതാണ് ഒരു ഫംഗ്ഷൻ ബലാസ്റ്റിന്റെ. രണ്ടാമത്തെ എന്താണ്? എൻഷുർ ലോഞ്ചിറ്റ്യൂഡൽ ആൻഡ് ലാറ്ററൽ സ്റ്റെബിലിറ്റി. ഇപ്പം ഈ ബലാസ്റ്റിന്റെ മേളിലാണ് നമ്മളെ സ്ലീപ്പേഴ്സിന് നമ്മൾ അടുക്കി അടുക്കി വെച്ചേക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? ഈ റെയിൽ സെക്ഷൻ, ട്രെയിൻ മൂവ് ചെയ്യുന്ന അത്യാവശ്യം നല്ല സ്പീഡിലാണ്, അത് നമുക്കറിയാമല്ലോ. അപ്പൊ ഈ റെയിൽ സെക്ഷനിൽ മൂവ്മെന്റ് വരുമ്പോൾ സ്ലീപ്പേഴ്സിൽ ചെറിയൊരു മൂവ്മെന്റ് വരും. ഭയങ്കര മൂവ്മെന്റ് എന്നല്ല, ഒരു ചെറിയ മൂവ്മെന്റ്സ് ഒക്കെ അവിടെ സംഭവിക്കും. അപ്പൊ ആ മൂവ്മെന്റ്സ് കാരണം സ്ലീപ്പർ തെന്നി മാറാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അതെന്തുകൊണ്ടാണ്? ഈ ബലാസ്റ്റിന്റെ ചുറ്റുമുള്ള സപ്പോർട്ട് കാരണമാണ്. അതാണ് ആ സ്റ്റെബിലിറ്റി കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ലോഞ്ചിറ്റ്യൂഡിൽ അല്ലെങ്കിൽ ലാറ്ററൽ സ്റ്റെബിലിറ്റി എന്ന് അവർ ഉദ്ദേശിക്കുന്നത് അതാണ്. ഇനി ഇലാസ്റ്റിസിറ്റി ആൻഡ് റെസിലിയൻസ്. ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കാര്യം പോലെ തന്നെ ആ ചെറിയ മൂവ്മെന്റ് അവിടെ എന്താണ് കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ ബലാസ്റ്റ് ഉള്ളത് കൊണ്ടാണ്. അതാണ് ആ ചെറിയൊരു ഇലാസ്റ്റിസിറ്റി. റെസിലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൂവ്മെന്റ് കഴിയുമ്പോൾ അത് തിരിച്ച് പഴയ പൊസിഷനിലോട്ട് വരും. ആ കണ്ടീഷൻസ് എല്ലാം എന്തുകൊണ്ടാണ്? ഈ ബലാസ്റ്റ് അവിടെ അവൈലബിൾ ആയിട്ട് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഫങ്ഷൻസ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞ ഏതൊക്കെയാണ്? ലോഡ് ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറഞ്ഞു, സ്ലീപ്പറിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഈ സ്ലീപ്പേഴ്സിനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്യണം. പിന്നെ ട്രാൻസ്ഫർ ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദ ലോഡ്സ് ഫ്രം ദ സ്ലീപ്പേഴ്സ് പറഞ്ഞു. പിന്നെ ഇലാസ്റ്റിസിറ്റി ആൻഡ് ഷോക്ക് അബ്സോർഷൻ പറഞ്ഞു. എന്താണ്? റെസിലിയൻസ് ടു ദ ട്രാക്ക്. എന്തെങ്കിലും വൈബ്രേഷൻ എന്ന് ഉദ്ദേശിച്ച് ഈ ട്രെയിൻ പോകുന്നത് കാരണം ഉണ്ടാവുന്ന മൂവ്മെന്റ്സിനെയൊക്കെ, ഷോക്സിനെ എല്ലാം എന്ത് ചെയ്യും? ഈ ബലാസ്റ്റ് അതിനെ പിടിച്ചെടുക്കുകയും. ട്രാക്ക് സ്റ്റെബിലിറ്റി അതേ സെയിം കണ്ടീഷൻ തന്നെയാണ്. ട്രാക്കിനെയും ട്രാക്ക് മൂവ്മെന്റ്സിനെയും എല്ലാം ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെന്താണ് നമ്മൾ വേറെ പറഞ്ഞത്? ഡ്രെയിനേജ്, ഫെസിലിറ്റേറ്റ് പ്രോപ്പർ വാട്ടർ ഡ്രെയിനേജ്. കട്ടിയുള്ള സാധനങ്ങളാണ് അടിയിൽ കൊടുക്കുന്നെങ്കിൽ ഡ്രെയിനേജ് ഉണ്ടാവോ? ഇല്ല. ആ വാട്ടർ ലോഗിങ് ഒക്കെ അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ പ്രോപ്പർ ഗ്രാനുലാർ മെറ്റീരിയൽ ആകുമ്പോൾ അതിൽ കൂടെ വെള്ളം ഒഴിച്ചങ്ങ് പൊക്കോളും. ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് പറയാത്ത രണ്ട് കാര്യം, ഒന്ന് ലെവൽ ഫൗണ്ടേഷൻസ് ആണ്. ലെവൽ ഫൗണ്ടേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമ്മൾ നേരത്തെ പ്രോബ്ലംസ് കണ്ടു. ഇവിടെ ഈ സബ് ബലാസ്റ്റ് കൊണ്ട് നമ്മൾ മുറിച്ചു, അതിന് മേളില് ഈ ബലാസ്റ്റ് വെച്ച് ഇതിനെ ഫുള്ളായിട്ട് നിറയ്ക്കുമ്പോൾ എന്ത് പറ്റും? അതൊരു പ്രോപ്പർ ലെവൽ സർഫസ് ആയിട്ട് ഇതിങ്ങനെ മാറുകയാണ്. ഇതാ കണ്ടോ? ആ ലെവൽ സർഫസ്, നമുക്ക് ഈ ഫൗണ്ടേഷനിൽ ലെവൽ സർഫസ് കൊടുക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഈ ബലാസ്റ്റിന്റെ പ്രസൻസ് കൊണ്ടാണ്. ഓക്കെ, അതിന്റെ മേലിലാണ് നമുക്ക് സ്ലിപ്പ്. അപ്പൊ യൂണിഫോം ആയിട്ട് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേബിൾ ബേസ് അവിടെ ഉണ്ടാവും. പിന്നെ എന്താണ്? ട്രാക്ക് അലൈൻമെന്റ് മെയിൻറ്റെയിൻസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ആ അലൈൻമെന്റ് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടി നമ്മൾ എന്ത് സഹായിക്കും? ഈ ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഇതൊക്കെ സ്ഥിരം കേൾക്കുന്നതല്ലേ എന്ന് തോന്നും. ഇത് നമ്മള് ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ്, ഇപ്പോഴത്തെ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് അറിയാലോ, അത് സ്റ്റേറ്റ് എയിസിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ചോദിക്കും. ആ സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ അവർ ചെറുതായിട്ട് ഇതിനൊരു മാറ്റിയിട്ട് നമുക്ക് തരും. അപ്പൊ അത് വായിക്കുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും കൂടുതലും ഉണ്ടാവും. ഇങ്ങനത്തെ ഫങ്ഷൻസ് നമ്മളപ്പം വായിച്ചു വെച്ചിട്ടാണ് പോകുന്നതെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമുക്ക് ഇത് എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടെന്നൊരു നമുക്ക് കോറിലേറ്റ് ചെയ്ത് പെട്ടെന്ന് എഴുതാൻ പറ്റും. അതാണ് ഇതുപോലത്തെ ഫങ്ഷൻസും. അല്ലെങ്കിൽ ഡയറക്റ്റ് ഫങ്ഷൻ എന്താണെന്നൊന്നും എസ് ചെയ്താണെന്നൊന്നും നമുക്ക് എന്തായാലും ഇതിൽ കാണില്ല. അതാണ് ഈ ഫങ്ഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി വാട്ട് മേക്സ് എ ഗുഡ് ബലാസ്റ്റ്? ഗുഡ് ബലാസ്റ്റിനെ നമ്മൾ എന്താണ് ഗുഡ് ബലാസ്റ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്? എന്തായിരിക്കണം? സ്ട്രോങ് ആൻഡ് ടഫ് ആയിരിക്കണം. പൊടിഞ്ഞു പോകുന്ന സാധനത്തിന് നമ്മൾ ഹെവി ലോഡൊക്കെ വെച്ചിട്ട് ഒരു ട്രെയിൻ പോകുമ്പോൾ അത് പൊടിഞ്ഞു പോകണമെങ്കിൽ എന്ത് പറ്റും? ട്രാക്കിന്റെ സ്റ്റെബിലിറ്റി കാണുമോ? ഇല്ലാതെ ഒരു സൈഡിൽ നിന്ന് പൊളിഞ്ഞു 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 പോകും. ഒരു ട്രാക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്ത സാധനമാണെങ്കിൽ ഈ സൈഡിൽ നിന്ന് അതങ്ങ് പൊളിഞ്ഞു പോകാൻ സാധ്യതയില്ല. അപ്പൊ ആ സ്റ്റെബിലിറ്റി കാണുന്നത് ട്രെയിനിന്റെ മൂവ്മെന്റ്. പിന്നെന്തായിരിക്കണം? ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം. എപ്പോഴും എപ്പോഴും നമുക്ക് മാറ്റുക എന്ന് പറയുന്നത് നമുക്ക് അത്ര ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഒരുപാട് കോസ്റ്റ് ഒക്കെ വരും. അപ്പൊ എന്തായിരിക്കും? ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കണം.
വിയർ ആൻഡ് ടയർ ഒക്കെ അത്യാവശ്യം നല്ലപോലെ എടുക്കാൻ പറ്റുന്നതായിരുന്നു. ഇനി റഫ് സർഫസ് അവർ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയാമോ? ഇന്റർലോക്കിംഗ് ഒക്കെ വേണം. ഇപ്പൊ ഇപ്പോൾ സാധാരണ നമ്മൾ ഈ കല്ലുകളുണ്ടല്ലോ, ബലാസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബലാസ്റ്റ് എന്താണ്, കോഴ്സ് അഗ്രിഗേറ്റ് ആയിട്ടുള്ള നമ്മൾ ചെറിയ ചെറിയ പാറക്കല്ലുകളിലൊക്കെയാണ് നമ്മൾ അത് കൊടുക്കുന്നത്, കോഴ്സ് അഗ്രിഗേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതെന്താ, ചിലത് ഫ്ലേക്കി ആയിരിക്കും, എലോങ്ങേറ്റഡ് ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ മൂവ്മെന്റ്സ് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഇത് തമ്മിൽ ഒന്നിന്റെ അകത്ത് ഒന്നും ഇങ്ങനെ ഗ്രിപ്പായിട്ടിരിക്കും. ഒരെണ്ണം ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അവിടെ ചെറിയ കൊറിഗേഷൻ ആണെങ്കിൽ വേറെ ഒന്നും ഇങ്ങനെ ഇരിക്കും. അത് ആ സർഫസ് ഇങ്ങനെ സ്മൂത്ത് സർഫസ് ആണെങ്കിൽ അതിൽ കറക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. ഇത് റഫ് സർഫസ് ആകുമ്പോഴേ അത് തമ്മിൽ ഒരു ഫ്രിക്ഷൻ ഉണ്ടായി അത് അവിടെ പിടിച്ചിരിക്കാൻ പറ്റുള്ളൂ. അതാണ് അവർ റഫ് സർഫസ് എന്ന് ഉദ്ദേശിച്ചത്. പിന്നെന്താണ്, ഈസി ടു വർക്ക് വിത്ത് ആയിരിക്കണം. ഇടാനും കൊണ്ടുവരാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സ്റ്റിൽ ക്ലീൻ ആയിരിക്കണം. അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാം. ഇപ്പൊ നമ്മളിപ്പം മണ്ണ് വല്ലതും ആണെങ്കിൽ നമ്മൾ എന്ത് പറ്റും, കൊണ്ടിട്ട് കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ അത് ചെളിയാവും. ചെളിയായി കഴിഞ്ഞാൽ എന്ത് പറ്റും, പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അവിടെ ചെളിയായിട്ട് വൃത്തിയില്ലാതെ കിടക്കും. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫങ്ഷനും അത് തരാൻ പറ്റില്ല, എന്താണ്, നമുക്ക് യൂസ് ചെയ്യാനും പറ്റില്ല. അതാണ് അവിടുത്തെ കാര്യം. പിന്നെന്താണ്, സേവ് വിത്ത് അതർ മെറ്റീരിയൽസ്. ഇപ്പൊ മെറ്റൽ റെയിൽസോ കോൺക്രീറ്റ് സ്ലീപ്പേഴ്സോ ഒക്കെ ആയിരിക്കും നമ്മൾ അവിടെ ഇടുന്നത്. അപ്പൊ ആ സാധനങ്ങളുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണെങ്കിൽ എന്ത് പറ്റും, അത് കൊറോഡഡ് ആയി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവാത്തൊരു സാധനമായിരിക്കണം. ഒരു ആയിട്ട് റിയാക്ഷൻസ് ഒന്നും ഉണ്ടാവാത്ത ഒരു മെറ്റീരിയൽ ആയിരിക്കും. ഇന്നേർട്ട് ടൈപ്പ് മെറ്റീരിയൽ തന്നെയാണ്. പിന്നെന്താണ്, നോൺ പോറസ് ആയിരിക്കണം, വെള്ളം ഒന്നും അബ്സോർബ് ചെയ്യരുത്. നോൺ പോറസ് ആയിരിക്കണം, ഷുഡ് നോട്ട് അബ്സോർബ് എനി വാട്ടർ. അഫോർഡബിൾ ആയിരിക്കും. അപ്പൊ നമുക്കറിയാമല്ലോ, ചീപ്പായിരിക്കണം, ഈസിലി അവൈലബിളും ആയിരിക്കണം, എങ്കിലേ നമുക്കത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് വാട്ട് മേക്സ് ഗുഡ് ബലാസ്റ്റിന്റെ എന്തൊക്കെ വേണം എന്നുള്ളത്. ഓക്കെ, അടുത്തതാണ് ടൈപ്സ് ഓഫ് ബലാസ്റ്റ്. ഇത് നേരത്തെ നിങ്ങളോട് പറഞ്ഞായിരുന്നു, ടൈപ്സ് ഓഫ് ബലാസ്റ്റ്, പല തരത്തിലുള്ള ബലാസ്റ്റ് പണ്ട് യൂസ് ചെയ്ത്. ഇപ്പൊ മോസ്റ്റ് വൈഡ്ലി യൂസ് ചെയ്യണ ബലാസ്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ബ്രോക്കൺ സ്റ്റോൺസ് ആണ്. അത് തന്നെയാണ് ഏറ്റവും വൈഡ്ലി യൂസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോക്കൺ സ്റ്റോൺസ് വൈഡ്ലി യൂസ്ഡ്. പക്ഷെ മുന്നേ സമയങ്ങളിൽ ഈ ബലാസ്റ്റിന്റെ വേറെ എല്ലാം നമ്മൾ യൂസ് ചെയ്തിരുന്നു. ഗ്രാവൽസ്, സാൻഡ്, ആഷസ് ആർ സിൻഡേഴ്സ്, കങ്കാറ്, മൂറം, ബ്ലാസ്റ്റ് പറഞ്ഞ സ്ലാഗ്, ബ്രിക്ക് ബലാസ്റ്റ് ഒക്കെ യൂസ് ചെയ്തിരുന്നു. ഓക്കെ, ഇതെല്ലാം പണ്ട് യൂസ് ചെയ്തിരുന്ന സാധനങ്ങളാണ്. ജസ്റ്റ് ആ പേരുകളൊന്നും അറിഞ്ഞു വെച്ചാൽ മതി, അല്ലാതെ വേറെ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് ഒരുപാട് പഠിക്കാനൊന്നുമില്ല. ഒന്ന് രണ്ടെണ്ണത്തിൻ്റെത് കുറച്ചും കൂടെ മുന്നേ നല്ല രീതിയിൽ യൂസ് ചെയ്തിരുന്ന ഒന്ന് രണ്ടെണ്ണത്തിന്റെ കാര്യം മാത്രം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫസ്റ്റ് ഞാനിതൊരു പാരഗ്രാഫായിട്ട് കൺവേർട്ട് ചെയ്ത് ഒരു ചെറിയ കോളമായിട്ട് എടുത്തേക്കാണ്, നമുക്ക് ഈസിലി ഒന്നും അറിയാൻ വേണ്ടി. അപ്പൊ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ സാൻഡ് ബലാസ്റ്റ് ആണ്. സാൻഡ് ബലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാൻഡ് ബലാസ്റ്റ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാൻഡ് ബലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മണലാണ്, ഫൈൻ അഗ്രിഗേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് സാൻഡ് ബലാസ്റ്റിന്റെ കേസിൽ. ഫുൾ മണലാണ്. ഡെസേർട്ട് ഏരിയസിലൊക്കെയാണ് ഇതിൽ ഈസിലി ഉള്ള കണ്ടീഷൻ. അപ്പൊ എന്താണ്, ഡ്രെയിനേജ് കാണുമോ? എന്തായാലും കാണും, നല്ല ഡ്രെയിനേജ് കാണും, കാരണം അഗ്രിഗേറ്റ് കോഴ്സ് ഫൈൻ അഗ്രിഗേറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഡെസേർട്ട് ഏരിയാസ് ആകുമ്പോൾ ചീപ്പാണ്. പിന്നെ ട്രാക്ക് വോയിസ് ഒന്നും ഉണ്ടാവില്ല, കാരണം അത് ഫുള്ളി ഫൈൻ ഗ്രൈൻഡ് ആയതുകൊണ്ട് ആ ബാലാൻസിന്റെ മൂവ്മെന്റ് കാരണം ട്രാക്ക് വോയിസ് ഒന്നും ഇല്ല. പിന്നെ ഗുഡ് ഫോർ കാസ്റ്റ് ആൻഡ് സ്ലീപ്പേഴ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിൽ നല്ലതാണ്. പക്ഷെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്, അത് നമ്മൾ കണ്ടല്ലോ. അതെന്താന്ന് പറയാം, വെറും മണലാണ്. മണലാവുമ്പോൾ എന്ത് പറ്റും, ഇവിടെ ഡെസേർട്ടിലാണെന്ന് അവിടെയാണ് ഈസിലി അവൈലബിൾ എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ വിൻഡ് അടിക്കുമ്പോൾ എന്ത് പറ്റും, ഈ സ്ലീം അഗ്രിഗേറ്റ് ബലാസ്റ്റ് പറന്നു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ കോമ്പാക്ഷൻ എല്ലാം ലൂസ് ചെയ്യാൻ, ഇടിച്ച് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റടിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം വരുമ്പോൾ അതങ്ങ് അനക്കാം. പിന്നെ മെയിൻ്റെനൻസ് ക്വാളിറ്റി ഒന്നും നല്ലതല്ല. പിന്നെന്താണ്, ഇത് സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഇത് നേരെ ഈ സ്ലീപ്പറിന്റെ മേളിൽ കൂടെ വന്ന് കിടക്കും. നേരത്തെ പിക്ചർ കണ്ടായിരുന്നോ? ഇത് കണ്ടു, ഈ സ്ലീപ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ആ സ്ലീപ്പറിന്റെ മേളിൽ കൂടെ തന്നെ ഈ അഗ്രിഗേറ്റ് ഒന്ന് ബലാസ്റ്റ് വന്ന് കിടക്കുകയാണ്. ഓക്കെ, അതാണ്. പിന്നെ സ്യൂട്ടബിളി എന്താണ്, കാസ്റ്റ് ആൻഡ് സ്ലീപ്പേഴ്സിന്റെ അടുത്ത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ പോട്ട് സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോട്ട് സ്ലീപ്പേഴ്സ് എന്ന് പറഞ്ഞ ടൈപ്പ് ആണ്, പോട്ട് ഷേപ്പിലാണ് ആ സ്ലീപ്പേഴ്സ് കൊടുക്കുന്നത്. അതൊരു തരം ക്വസ്റ്റ്യൻ ഒക്കെ വന്നതാണ്, നമ്മുടെ PSCക്കും പോട്ട് സ്ലീപ്പേഴ്സും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അത് സ്ലീപ്പേഴ്സ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പം ആ ടൈപ്പ് സ്ലീപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ, സാൻഡ് ബലാസ്റ്റ് യൂസ് ചെയ്യാം. പക്ഷെ ഹൈ സ്പീഡ് ട്രാക്സിലൊന്നും യൂസ് ചെയ്യാനേ പറ്റില്ല, കാരണം എന്തുവാണ്, അതിന്റെ മൂവ്മെന്റ് പറ്റുമ്പോൾ എന്ത് പറ്റും, അത് പറഞ്ഞു പോകും. ഓക്കെ, പിന്നുള്ളത് മൂറം ബലാസ്റ്റ് ആണ്. അതും ഇതേപോലെ സ്റ്റോക്കിലി അവൈലബിൾ ആയിട്ടുള്ള സോയിൽ
ഈ മൂറം സോയിൽ വെച്ചിട്ടാണ് അവർ ചെയ്യുന്നത്. അവർ ബലാസ്റ്റിന് പകരം അതായിട്ട് ബലാസ്റ്റ് ഇടും. ഇത് ചീപ്പാണ് നമ്മൾ ലോക്കലി. പിന്നെ പക്ഷെ വാട്ടർ സീപ്പേജ് ഒരുപാട് അങ്ങ് ഇറങ്ങി പോകാനൊന്നും സമ്മതിക്കത്തൊന്നുമില്ല. സോഫ്റ്റ് ആണ്, പിന്നെ ഡസ്റ്റ് ഉണ്ടാവും, ഡിഫിക്കൽട്ട് മെയിൻ്റെനൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ മഴ വല്ലതും ചെളി കിട്ടാനും ഒക്കെ ഉണ്ട്. പിന്നെന്താണ് സബ് ബലാസ്റ്റിക്, ഇനിഷ്യൽ ബലാസ്റ്റിക് എന്ന് പറയും. ഇത് നമ്മൾ ഒരു നേരത്തെ പറഞ്ഞായിരുന്നു, ബലാസ്റ്റിന്റെ തൊട്ടടിയിലായിട്ട് നമ്മൾ സബ് ബലാസ്റ്റ് എന്ന് പറയും. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൽ വെച്ചിട്ട് ചെയ്യുന്നു. അപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സബ് ബലാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ വളരെ നല്ല സാധനമാണ്. കാരണം ഫുള്ളായിട്ട് ഇടിച്ച് കോമ്പാക്ട് ചെയ്ത് നമുക്ക് അതിന്റെ മേളിൽ മറ്റേ നോർമൽ ബലാസ്റ്റ് ഇട്ട് കൊടുക്കാം. പക്ഷെ നോർമൽ കംപ്ലീറ്റ് ന്യൂ ബലാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇട്ട് കൊടുക്കാൻ അത്ര നല്ലതല്ല. പിന്നെ ഈ ഗുഡ് അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നതാട്ടോ, ഈ മൂറം ബലാസ്റ്റിന്റെ അകത്ത് വരുന്നതാണ്. പോയിന്റ് ഡൗൺ ആയി പോയതാണ്. മൂറത്തിലും ബലാസ്റ്റിലും എന്താണ് നല്ല കളർഫുൾ, നല്ല കളറാണ്. അപ്പൊ അതുകൊണ്ട് ഗുഡ് അപ്പിയറൻസ് ആയിരുന്നു. ഇനി അടുത്ത കോൾ ആഷ് അല്ലെങ്കിൽ സിൻഡർ. നമ്മളെ കോളില്ലേ, കൽക്കരി. കൽക്കരിയാണ് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ. ഈസിലി അത് കൽക്കരി അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ സ്ഥലത്ത് നമ്മൾ ഇത് പണ്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അത് ചീപ്പായിരുന്നു, അവിടെ അന്ന് നേരെ എടുത്തിട്ട്. ഡ്രൈനേജ് കപ്പാസിറ്റി ഒക്കെ നല്ലപോലെ ഉണ്ട്. പക്ഷെ ഇതെന്താണ്, ഈ കോള് നമ്മുടെ സ്റ്റീലുമായിട്ട് ചേർത്തിട്ട് എന്ത് പറ്റും, അത് കൊറോഡായി പോകും, കൊറോഡ് ചെയ്യാൻ. പിന്നെ അതേപോലെ എന്താണ് കൽക്കരി, എന്താണ് നമ്മൾ കുറച്ച് ഹാർഡായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും, അത് പൊടിഞ്ഞു പോകും. നല്ല സോഫ്റ്റ് ആണ്, ഹാർഡ് ടു മെയിൻറ്റെയിൻ ആണ്. നമ്മൾ നോർമലി യാർഡ്സ് അല്ലെങ്കിൽ സൈഡിങ്സിന്റെ കേസിലൊക്കെ മാത്രമേ നമ്മൾ ഈ കോളാഷ് അല്ലെങ്കിൽ സിൻഡർ ബലാസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ഹൈ സ്പീഡ് ട്രാക്സിന് നമ്മൾ യൂസ് ചെയ്യാനേ പോകാറില്ല. കാരണം അത് ചെയ്യുമ്പോഴത്തെ പിന്നെ കൊറോഡായി പോകാനുള്ള സോറി, അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, സാൻഡ് ബലാസ്റ്റും മൂറം ബലാസ്റ്റും. രണ്ട് ടൈപ്പ് ഓഫ് ബലാസ്റ്റ് രണ്ട് ടീച്ചർ കണ്ടപ്പോൾ ആഡ് ചെയ്തതാണ് കേട്ടോ. ഇനി സ്പെസിഫിക്കേഷൻസ് ഓഫ് ബലാസ്റ്റ്. ബലാസ്റ്റിന്റെ സ്പെസിഫിക്കേഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. ബലാസ്റ്റിന്റെ സൈസ് ഉണ്ട്, എത്ര തൊട്ട് എത്ര വരെയാണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഗുഡ് ഇന്റർലോക്കിംഗ് കപ്പാസിറ്റിക്ക് വേണ്ടി നമ്മൾ സാധാരണ 1.9 to 5.1 ഒക്കെയാണ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ബലാസ്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത്. ബലാസ്റ്റിന്റെ സൈസ് ആണ് ഈ പറയുന്നത്, അതാണ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ചില സ്പെസിഫിക് ആയിട്ടുള്ള ട്രാക്ക് അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ അനുസരിച്ചാണ് നമ്മൾ പൊതുവെ ബലാസ്റ്റ് സൈസ് പറയുന്നത്. അതിൽ വുഡൻ സ്ലീപ്പേഴ്സ് ഒക്കെ ആണെങ്കിൽ അതിന് 5.1 വരെ നമ്മൾ മാക്സിമം കൊടുക്കും. 5 സെന്റിമീറ്റർ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ളത് 5 സെന്റിമീറ്റർ ആണ് കേട്ടോ. 5.1 വരെ നമ്മൾ മാക്സിമം കൊടുക്കും. സ്റ്റീൽ സ്ലീപ്പേഴ്സ് ആണെങ്കിലോ 3.8 നമ്മൾ കൊടുക്കും. കോൺക്രീറ്റ് സ്ലീപ്പേഴ്സ് ആണെങ്കിൽ 4.5 അല്ലെങ്കിൽ 45 വരെയൊക്കെ നമ്മൾ സൈസുള്ള സ്ലീപ്പ് ഇത് കൊടുക്കും. പിന്നെ പോയിന്റ്സ് ആൻഡ് ക്രോസിങ്സ് വരുമ്പോൾ നമ്മൾ അവിടെ മിനിമം 2.54 കൊടുക്കാറുള്ളൂ. ഓക്കെ, 2.5 സെന്റിമീറ്റർ മാത്രമേ കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ 25 ഇതാണ് നമ്മൾ കൊടുക്കുന്നത്. അതാണ് മിനിമം നമ്മൾ അവിടെ കൊടുക്കുന്ന സൈസ് ഓഫ് ബലാസ്റ്റ്. ഓക്കെ, ഈ സൈസിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ 1-2 സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത് നമ്മളൊന്ന് പഠിക്കേണ്ടതാണ് കേട്ടോ. ഇനി ഇതാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രോബ്ലം വരാനൊരു ചാൻസ് ഉള്ള ഒരേ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ബലാസ്റ്റിന്റെ റിലേറ്റഡ് ആയിട്ട് ഒരു പ്രോബ്ലം വരാനുള്ള ഒരേ ഒരു പോർഷൻ ഇതാണ്, ഡെപ്ത് ഓഫ് ബലാസ്റ്റ്. നമ്മളിപ്പം ബലാസ്റ്റ് എന്താണ് അല്ലെങ്കിൽ ബലാസ്റ്റ് എന്തിനാണ് കൊടുക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പല കേസിൽ പറഞ്ഞു. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞ വേറൊരു കാര്യം എന്താണ്, ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ്. സബ് ഗ്രേഡിലോട്ടുള്ള ലോഡ് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയാണ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലോഡ് ഓൺ ദ സബ്ഗ്രേഡ്. ഗ്രേറ്റർ ഡെപ്ത് ഓഫ് നല്ല ഡെപ്ത് ഉണ്ടെങ്കിൽ അത് ലോഡ് ബെയറിംഗ് കപ്പാസിറ്റി നല്ലപോലെ ഇമ്പ്രൂവ്. പക്ഷെ ഒരുപാട് താഴ്ചയിൽ നമുക്ക് കൊടുക്കാൻ നമുക്ക് അത്രത്തോളം എക്കണോമിക്കൽ അല്ല. അപ്പൊ നമ്മൾ മിനിമം ഇത്ര ഡെപ്ത് എങ്കിലും നമ്മൾ എന്താണ് ബലാസ്റ്റ് കൊടുത്തിരിക്കണം എന്ന് പറയും. അതാണ് ഈ മിനിമം കൊണ്ട് കൊടുക്കുന്നത്. അത് കൂടിയ വളരെ നല്ലത്, പക്ഷെ അതിൽ കുറയാൻ ഒരിക്കലും പാടില്ല. അതാണ് മിനിമം എന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഇത്ര ഡെപ്ത് എങ്കിലും എന്ത് കൊടുത്തിരിക്കണം, ഡെപ്ത് ഓഫ് ഇത് കൊടുത്തിരിക്കണം. അപ്പൊ അതില് ഞാനിപ്പം മിനിമം എന്ന് പറഞ്ഞാൽ S-W/2 ഇതാണ് അവർ തന്നേക്കുന്നത്. S-W/2 ഇതിൽ എസ് എന്താണ്, W എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സ്ലീപ്പേഴ്സ് ആണ്, ഇത് റെയിലാണ്, ഇതാണ് നമ്മുടെ റെയിൽ എന്ന് പറയുന്ന സാധനം. ഇത് നമ്മുടെ സ്ലീപ്പർ.
ഇത് നമുക്ക് സ്ലീപ്പർ. അപ്പൊ രണ്ട് സ്ലീപ്പറിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിന് നമ്മൾ എന്ത് പറയും? സ്ലീപ്പർ സ്പേസിങ് അല്ലെങ്കിൽ എസ് എന്ന് പറയും. ഓക്കെ, രണ്ട് സ്ലീപ്പർ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്, അതാണ് നമ്മൾ സ്ലീപ്പർ സ്പേസിങ് എസ് എന്ന് പറയുന്നത്. ഇനി ഒരു സ്ലീപ്പറിന്റെ വിഡ്ത്ത്, ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഇതിന്റെ വിഡ്ത്ത്. ആ വിഡ്ത്തിനെ നമ്മൾ എന്ത് പറയും? ഡബ്ല്യു എന്ന് പറയും. ഓക്കെ, ഡബ്ല്യു എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ബലാസ്റ്റ് ഇടുന്ന എന്താണ്? ഈ സ്ലീപ്പറിന്റെ ഇടയ്ക്കുള്ള ഈ പോർഷനിലാണ് നമ്മൾ ബലാസ്റ്റ് നിറയ്ക്കുന്നത്, അല്ലെ? ഇതാണ് എവിടെയാണ് നമ്മൾ ബലാസ്റ്റ് നിറയ്ക്കുന്നത്. പിന്നെ നമ്മൾ വേറൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? നമ്മൾ പറയുന്നുണ്ട് ഈ നമ്മൾ ലോഡ് ഡിസ്ട്രിബ്യൂഷൻ, സ്ലീപ്പറിന്റെ താഴോട്ട് ലോഡ് ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് 45 ഡിഗ്രി ആംഗിൾ, വെർട്ടിക്കലിൽ നിന്നും 45 ഡിഗ്രിയിലാണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ സ്ലീപ്പറിൽ നിന്ന് ഇങ്ങനെ വരുന്ന ലോഡ് ഈ 45 ഡിഗ്രി ഒരു ആംഗിളിൽ, ഈ ഒരു ഇതിലാണ് നമ്മൾ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയായിരിക്കണം ഈ ഡി മിനിമം എന്നാണ് ചോദിച്ചിരിക്കുന്നത്, ഡെപ്ത്. നമ്മൾ എന്താണ് ഇവിടെ ഈ സ്പേസിങ്, ഈ സ്പേസിങ് എത്രയാണെന്ന് നമുക്ക് കിട്ടും. അതെങ്ങനെ കിട്ടും? ഇപ്പൊ നോക്കുകയാണ് ഇവിടെ, ഞാൻ ഇതൊക്കെ വായിച്ചല്ലേ, ഇത് നമ്മൾ സ്പേസിങ് എസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്താണ്? W/2. ഇതെന്താണ്? W/2. അപ്പൊ ഈ സെന്റർ ടു സെന്റർ എസ് ആണ്, ഇത് W/2, അപ്പൊ ഇത് W/2. അപ്പൊ എന്ത് പറ്റും? എസ് മൈനസ് ഡബ്ല്യു എന്ന് പറയുന്നതാണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്. ഇതാണ് നമുക്ക് എസ് മൈനസ് ഡബ്ല്യു എന്ന് കിട്ടുന്നത്. ഇനി നമുക്ക് ഡെപ്ത് അല്ലേ വേണ്ടത്? നമ്മളിപ്പോ ഇവിടെ 45 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. ഇത് 45 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തായിരിക്കും? 45 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ടാൻ 45 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസെന്റ്. ടാൻ 45. ഓക്കെ, അത് കിട്ടും. അപ്പൊ എന്ത് പറ്റും? എസ് മൈനസ് ഡബ്ല്യു, എസ് മൈനസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ 2. നമുക്ക് ഇത് ഫുള്ളാണ് കിട്ടിയേക്കുന്നത്. എന്താണെന്ന് ഇവിടെ ഈ ഒരു പോർഷൻ വേറൊരു കളർ വെച്ച് കാണിച്ചതാമേ. ഈ പോർഷൻ തൊട്ട് ഈ പോർഷൻ വരെ, ഈ എൻഡ് വരെ ഉള്ളതാണ് നമുക്ക് എസ് മൈനസ് ഡബ്ല്യു എന്ന് കിട്ടിയത്. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? ഇവിടം തൊട്ട് ഈ പോർഷൻ തൊട്ട് ഇവിടം വരെ ഉള്ളതാണ് വേണ്ടത്. ഈ ഒരു പോർഷൻ ഞാനിപ്പോ ഈ ഗ്രീൻ വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ വാല്യൂ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇതെന്താണ്? ഇതിന്റെ ഹാഫ് ആയിരിക്കും. അതാണ് മൈനസ് എസ് മൈനസ് W/2 എന്ന് ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതെ, ഡിവൈഡഡ് ബൈ മിനിമം ഡെപ്ത് അല്ലേ ഈ ഡെപ്ത്, ഈ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം. അപ്പൊ എന്താണ്? ഡി മിനിമം. ഇനി ടാൻ 45ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ എന്ത് പറ്റും? ഞാനിവിടെ എഴുതാമേ. എസ് മൈനസ് ഡബ്ല്യു ഡിവൈഡഡ് ബൈ 2 ബൈ ഡി മിനിമം ഈസ് ഇക്വൽ ടു 1. അപ്പൊ ഡി മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എസ് മൈനസ് W/2 കിട്ടും. ഈ ഇക്വേഷൻ ആണ് നമ്മൾ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇനി ഇതിപ്പോ നമ്മൾക്ക് ഡി മിനിമം കണ്ടുപിടിക്കാം. ഇനിയിപ്പോ നമ്മൾ വേറെ രീതി ചോദിക്കാം. നമുക്ക് ഡി മിനിമം തന്നിട്ടുണ്ട്, ഡി മിനിമം ഓൾറെഡി അറിയാം, വിഡ്ത്ത് ഓഫ് ദ സ്ലീപ്പറും അറിയാം, വിഡ്ത്ത് ഓഫ് ദ സ്ലീപ്പറും അറിയാം. അങ്ങനെയാണെങ്കിൽ സ്പേസിങ്, സ്ലീപ്പർ എത്ര സ്പേസിങ്ങിലാണ് ഇടേണ്ടത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷനിൽ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? ഈ ഇക്വേഷനിൽ നിന്നും ഈ 2D 2 ഇൻറ്റു ഡി മിനിമം ചെയ്തിട്ട് ഇവിടുത്തെ ഡബ്ല്യു എന്ത് ചെയ്ത് ഈ മൈനസ് ഡബ്ല്യു ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നാൽ പ്ലസ് ഡബ്ല്യു. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പേസിങ് കണ്ടുപിടിക്കാൻ, എത്ര സ്പേസിങ്ങിലാണ് നമ്മൾ സ്ലീപ്പറിൽ ലേ ചെയ്യാനുള്ളത്, അങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, അതെല്ലാം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അഥവാ പ്രോബ്ലംസ് വരെയാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പറ്റും. ഈസി 1 മാർക്ക് പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. ഇനി അടുത്ത മിനിമം ഡെപ്ത് ഓഫ് ബലാസ്റ്റ്. ചില കേസിൽ നമ്മൾ നോർമലി 20 സെന്റിമീറ്റർ എങ്കിലും കൊടുക്കണമെന്ന് പറയും. ഞാൻ ക്വസ്റ്റ്യനിൽ കണ്ട വാല്യൂ ആണ്, അതേപോലെ എടുത്തത്. ഇനി ക്വാണ്ടിറ്റി ഓഫ് ബലാസ്റ്റ് കൊടുക്കും. പെർ മീറ്റർ ലെങ്തിൽ എത്ര ബലാസ്റ്റ് ആണ് മിനിമം വേണ്ടത്? ബ്രോഡ് ഗേജ് ആണെങ്കിൽ 1.036 മീറ്റർ ക്യൂബ്, നേച്ചർ ഗേജിലാണെങ്കിൽ 0.75 മീറ്റർ ക്യൂബ്, നാരോ ഗേജ് ആണെങ്കിൽ 0.5 മീറ്റർ ക്യൂബ് ആണ് വേണ്ടത്. ഓക്കെ, ഇത് അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, ചില പോസ്റ്റ് വന്നാൽ. ഇനിയാണ് നമ്മൾ കുറച്ച് ടേംസ്, ബലാസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് പറയാൻ പോകുന്നത്.
അതിൽ ടേംസ് എന്ന് പറഞ്ഞാൽ ബലാസ്റ്റ്, ക്രിപ്പ്, പാക്കിംഗ്, ബോക്സിംഗ്, സ്ക്രീനിങ്, ഇതൊക്കെയാണ് ഓരോരോ ടേംസ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് നമുക്ക് ഒരു പിക്ചർ കണ്ടിട്ട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ബലാസ്റ്റ് ക്രിപ്പ്. ബലാസ്റ്റ് ക്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് സ്ലീപ്പേഴ്സിന്റെ ഇടയിൽ കുറച്ച് ബലാസ്റ്റ് കൊണ്ട് നിറച്ചിട്ടേക്കണ കണ്ടോ, ഇവിടെ ഈ പോർഷനിൽ, ഈ റെഡ് മാർക്ക് ചെയ്തേക്കുന്ന ഈ പോർഷനിൽ ഇട്ടേക്കുന്ന ഈ ബലാസ്റ്റിനെയാണ് നമ്മൾ എന്താ പറയാ, ബലാസ്റ്റ് ക്രിപ്പ് എന്ന് പറയാം. എന്താ പറയാ, ബലാസ്റ്റ് ക്രിപ്പ്. നമുക്ക് ഇനി അതിന്റെ ടേം വായിച്ചാലോ. ലൂസ് ബലാസ്റ്റ് ബിറ്റ്വീൻ ടു അഡ്ജസന്റ് സ്ലീപ്പേഴ്സ്. രണ്ട് അഡ്ജസന്റ് സ്ലീപ്പേഴ്സിന്റെ ഇടയിലുള്ള ലൂസ് ബലാസ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയാ, ബലാസ്റ്റ് ക്രിപ്പ് എന്ന് പറയും. ഓക്കെ, പിക്ചർ ഒന്നുകൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. കണ്ടോ, രണ്ട് സ്ലീപ്പേഴ്സിന്റെ ഇടയിലുള്ള ലൂസ് ആയിട്ടുള്ള നമ്മൾ എന്ത് പറയും, ബലാസ്റ്റ് ക്രിപ്പ്. ഇനി അടുത്ത എന്താണ് നമ്മൾ വായിച്ചത്, പാക്കിംഗ്. അടുത്തെന്താണ്, പാക്കിംഗ്. പാക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ലീപ്പേഴ്സ് ഉണ്ട്, അതായത് കണ്ടോ, ഇതാണ് നമ്മുടെ സ്ലീപ്പേഴ്സ്. ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ സ്ലീപ്പേഴ്സിന്റെ ഇടയ്ക്ക് ഓൾറെഡി ബലാസ്റ്റ് നിറച്ചതിന് ശേഷം ഈ ബലാസ്റ്റ് മാത്രമായിരിക്കും, സോറി, സ്ലീപ്പേഴ്സ് മുന്നിൽ അടിയിൽ നമ്മൾ ബലാസ്റ്റ് കൊണ്ട് നിറയ്ക്കുന്ന കണ്ടോ, അടിയിൽ, സ്ലീപ്പേഴ്സിന്റെ അടിയിൽ, ഈ അടിയിൽ നിറച്ചേക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, പാക്കിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കോമ്പാക്ഷൻ ഒന്നും ചെയ്യില്ല, വെറുതെ സ്ലീപ്പേഴ്സിന്റെ അടിയിൽ ബലാസ്റ്റ് കൊണ്ട് നിറയ്ക്കും. അതിനെന്ത് പറയും, പാക്കിംഗ് എന്ന് പറയുന്നത്. വായിച്ചു വെക്കാം നമുക്ക്. Compaction, compact ballast cushion laid below the sleepers as per the gradation. Gradation അനുസരിച്ച് നിറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, പാക്കിംഗ് എന്ന് പറയാം. കോമ്പാക്ഷൻ അവിടെ നോട്ട് റിക്വയർഡ് ആണ്, കോമ്പാക്ഷൻ ഒന്നും ഒരാവശ്യമില്ല. ഇനി അടുത്ത ടേമാണ് ബോക്സിംഗ്. അത് വായിച്ചിട്ട് പോയാലോ. റിലേറ്റീവ്ലി ലൂസ് ബല്ലാസ്റ്റ് വിച്ച് ഇസ് പ്ലേസ്ഡ് ഓൺ ദ സൈഡ് ഓഫ് ദ സ്ലീപ്പേഴ്സ് ടു പ്രൊവൈഡ് ലാറ്ററൽ സ്റ്റെബിലിറ്റി. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പറയാം, ഇവിടെ നമ്മുടെ എന്തുണ്ട്, സ്ലീപ്പർ. ഈ സ്ലീപ്പറിന്റെ അടിയിൽ നമ്മൾ കൊടുക്കുന്നതിന് എന്ത് പറയും, അടിയിൽ നിറയ്ക്കുന്ന ബലാസ്റ്റിന് നമ്മൾ പാക്കിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി നമ്മൾ ഇതിന്റെ രണ്ട് സൈഡിലും നമ്മളുണ്ടല്ലോ, കൊടുത്തിട്ടില്ലേ, രണ്ട് സൈഡിലും നമ്മൾ ഓൾറെഡി ഇതിന്റെ സ്ലീപ്പറിന് ചുറ്റും ആ പോർഷനിൽ നിറയ്ക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ബോക്സിംഗ് എന്ന് പറയാം. എന്താ പറയാ, ബോക്സിംഗ് എന്ന് പറയും. എന്താ പറയാ, ബോക്സിംഗ്. ഇനി നമുക്ക് പിക്ചർ കാണാം കേട്ടോ. ഇത് ക്രിപ്പ്, ഇത് പാക്കിംഗ്. ഇനിതാ രണ്ട് സൈഡിൽ കൂന കണക്ക് നിറച്ച് ഫുള്ളായിട്ട് കല്ലുകൊണ്ട് ചുറ്റും മൂടിയിരിക്കും. അതിന് നമ്മൾ എന്ത് പറയും, അതിനെയാണ് നമ്മൾ ബോക്സിംഗ് എന്ന് പറയും. ഓക്കെ, ബോക്സിംഗ്. അപ്പം ഇതിന്റെ ഇടയിൽ വേറൊരു ടേം കൂടെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. എന്താണ്, സ്ക്രീനിങ്. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ ബലാസ്റ്റിന് സെക്ഷന് വല്ല പ്രശ്നം വരുമ്പോഴത്തേക്ക് ആ പോർഷനിൽ നമ്മൾ റിന്യൂ ചെയ്തിട്ട് പുതിയ ബലാസ്റ്റ് കൊണ്ട് നിറയ്ക്കുന്നു. ഇതിനെയാണ് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ക്രിബ്, പാക്കിംഗ്, ബോക്സിംഗ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ബോക്സിംഗ് എന്താണ്, പാക്കിംഗ്. അപ്പൊ മിക്കുള്ളവർക്കും കൺഫ്യൂസ് ആയി പോകുന്ന ഈ പാക്കിങ്ങും ബോക്സിങ്ങും തമ്മിലാണ്. ബോക്സിംഗ് എന്ന് പറഞ്ഞാൽ സ്ലീപ്പറിന് പുറത്തായിട്ടാണ് കൊടുക്കുന്നത്. നമ്മുടെ ഒരു സ്ലീപ്പർ പോർഷൻ ഉണ്ടെങ്കിൽ അതിന്റെ രണ്ട് സൈഡിലും ആയിട്ട് കൊടുക്കുന്നത് എന്താണ്, ബോക്സിംഗ്. നമ്മൾ മൊത്തത്തിൽ ഈ സ്ലീപ്പറിനെ ഒരു പെട്ടി കണക്ക് അടച്ചു വെക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ് ബോക്സിംഗ്. അതിന്റെ താഴ് പോർഷനിൽ നമ്മൾ കൊടുക്കുന്നതാണ് എന്ത്, പാക്കിംഗ്. ഓക്കെ, താഴെ കൊടുക്കുന്ന പാക്കിംഗ്, ചുറ്റും കൊടുക്കുന്നത് ബോക്സിംഗ്. അപ്പൊ അതോടുകൂടി നമ്മള് ബലാസ്റ്റിന്റെ പോർഷൻ കംപ്ലീറ്റ് ആയേക്കാണ്. ഇത്രയായിരുന്നു ബലാസ്റ്റിന്റെ പോർഷനിൽ വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പം താങ്ക് യു.